ഓടും അവിടുന്ന്. ഓ എത്ര എന്റെ ദൈവമേ, എനിക്കങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. തപസിക്കുട്ടി എത്ര ദിവസമായി കണ്ടിട്ട്. അതെ. നല്ല സുന്ദരിയായിട്ട് എനിക്ക് വയ്യ എന്റെ പൊന്നു മോളെ. ഇനി അത് മതി. നിനക്ക് എന്ത് വേണേ വാങ്ങിച്ചരാ. അതെ, മക്കൾക്ക് എന്താ വേണ്ടേ? വേഗം പറ, നല്ലത് വല്ലതും പറ. മിഠായി പോരെ? മതി. അല്ല, അത് മോതിരം മോളുടെ കയ്യിൽ ചേരത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ വലിയ വലിയ ഡിമാൻഡ്സ് ഒക്കെ കേട്ടോ. ആണോ? എയർപോർട്സ്, ആപ്പിൾ വാച്ച്, സൈക്കിൾ. ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തു. ഒന്നും വേണ്ട, സ്നേഹം മാത്രം. സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ മക്കളെ. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിൽ എന്തു വർത്താനം കാക്കേ. കാക്കയ്ക്ക് ഈ ജോലി ഉണ്ടോ? തെക്കേ വീട്ടിൽ എന്ത് വർത്താനോ? സ്വന്തം വീട്ടിൽ ചോദിച്ചാ പോരെ, പിന്നെ തെക്കേ വീട്ടിൽ ചോദിക്കുന്ന എന്തിനാ? Too bad, കാക്ക. വെരി ബാഡ് സ്വഭാവം. ഡീറ്റെയിൽസ് അറിയോ? ഡീറ്റെയിൽസ് സിനിമ നീലിസാലി, നീലിസാലി. നീലിസാലി. മ്യൂസിക് കെ രാഘവൻ. അയ്യോ, നമ്മുടെ രാഘവൻ കെ രാഘവ മാഷ്. ഓക്കെ. പി ഭാസ്കരൻ മാഷ്. മാഷ്. പക്ഷെ 1960. പാടിയത് കോവളേന്റെയും മെഹബൂബങ്ങളും. അയ്യോ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ മലയാള സിനിമയിലെ ആദ്യത്തെ കോമഡി സിനിമയാണെന്നാണ് എല്ലാ അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഇനിയൊരു പാട്ടുണ്ട്, നീയല്ല ആരുണ്ട് ആരുടെ പ്രണയ, അങ്ങനെ ഒരു പാട്ടുണ്ട്. നയാ പൈസയില്ല, ഞാൻ പൈസയില്ല. കുഞ്ഞു പാടിയിട്ടുണ്ടത്. ഇവിടെ പാടിയിട്ടുണ്ട്. പിന്നെ ബഹദൂർക്ക ഹീറോ ആയിട്ട് വന്ന ചിത്രമാണ് നീലിസായി. അപ്പൊ നമുക്ക് പാടിയാലോ? അപ്പൊ ചക്കര പാടൂട്ടോ. ഓൾ ദി ബെസ്റ്റ്. all the best. താങ്ക് യു. ടാറ്റാ. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിൽ എന്തു വർത്താനം കാക്കേ. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിൽ എന്തു വർത്താനം കാക്കേ. പൂവാലനായി നിൽക്കും കോഴി, പോൽ കൂവിയതെന്താണെൻ കോഴി. പൂവാലനായി നിൽക്കും കോഴി, പോൽ കൂവിയതെന്താണെൻ കോഴി. കുത്താനറിയാത്ത കോഴി, കുത്താനറിയാത്ത കോഴി, കാലിൽ കെട്ടിയതാരാണെൻ കോഴി. കുത്താനറിയാത്ത കോഴി, കാലിൽ കെട്ടിയതാരാണെൻ കോഴി. തെക്കേലെ സുന്ദരി തൻ കൂട്ടിൽ നിന്നെ പൂട്ടിയതെന്താണെൻ കോഴി. പൂട്ടിയതെന്താണെൻ കോഴി. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിൽ എന്തു വർത്താനം കാക്കേ. പൂവാലനായി നിൽക്കും കോഴി, പോൽ കൂവിയതെന്താണെൻ കോഴി. പാടമിടുക്കുള്ള കാക്ക, പാടാൻ മിടുക്കുള്ള കാക്ക, എന്നെ മാടി വിളിച്ചതെന്തേ കാക്ക. പാടാൻ മിടുക്കുള്ള കാക്ക, എന്നെ മാടി വിളിച്ചതെന്തേ കാക്ക. കിന്നാരം പാട്ടുപാടി എന്നുള്ളിലേറി കിക്കിലി കൂട്ടിയതുമെന്തേ, കിക്കിലി കൂട്ടിയതുമെന്തേ. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിൽ എന്തു വർത്താനം കാക്കേ. പൂവാലനായി നിൽക്കും കോഴി, പോൽ കൂവിയതെന്താണെൻ കോഴി. അടിപൊളി കോഴിക്കുട്ടി. കോഴിപ്പാട്ട് അടിപൊളി. കോഴിക്കും കാക്കക്കും വേണ്ടല്ലോ ശരി ശരിയാ.
റിമിയാനിക്കും എം ജി അങ്കിൾക്കും കൂടി. അപ്പൊ കൂട്ടില്ല. അത് നന്നായി. ഞാൻ കോഴി അത് നന്നായി. അതോ തിരിച്ചാണോ? ഇതിലാരാ കോഴിയും കാക്കയും? പറഞ്ഞേക്ക് വലിയൊരു വഴക്കൊഴിവാവും. എം ജി അങ്കിള് കോഴി. ചേട്ടാ എന്തിനാ ചേട്ടാ? ആയിക്കോട്ടെ, അടുത്ത പറയൂ. കാക്കയാരാ? ആരാ കാക്ക? കാക്ക റിമിയാനി. അത് സാരില്ല, കാക്ക ഭയങ്കര പുണ്യജന്മം. തമ്പൂരാട്ടി കേട്ടിട്ടില്ലേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇരിക്കട്ടെ. ഈ കോഴിയെ കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം ചിക്കൻ ഫ്രൈ, ചിക്കൻ 65 അതിനൊക്കെ കോഴി വേണം. ഈ കാക്കയെ കൊണ്ട് എന്താ പ്രയോജനം? ആരെ കോഴിന്ന് വിളിച്ചാൽ ഈ ഗുണങ്ങളൊക്കെ ഇതുപോലെ പറയണം കേട്ടോ. എപ്പോഴും. അല്ല ചേട്ടാ, ഈ കോഴിക്ക് എന്തൊരു സൗന്ദര്യാന്നറിയാവോ? പിന്നെ അത് ശരി. ഇല്ലേ കോഴി, അതും പൂവൻ കോഴി. കോഴിയുടെ ഈ വാലൊക്കെ ഉണ്ടല്ലോ, ആ ഇങ്ങനെ കിടക്കുന്നു. കളർഫുൾ ആയിട്ട് കിടക്കും. പിന്നെ രണ്ടാടയും. പിന്നെ കാക്കയുടെ ഗുണം പറയണമല്ലോ. കാക്കനെ നമ്മളിങ്ങനെ വിളിച്ചു വരുത്തും, അല്ലാണ്ടൊന്നും കാക്ക വരില്ല. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ വന്ന് കാക്ക വിളിച്ചാലേ റിമി വരൂ. കാക്ക എന്തോ ഒരു പുണ്യുള്ള പിന്നെ പ്രാവാണ്. എലിക്കാക്ക. അല്ല പ്രാവാണോ? കുഴപ്പമില്ല. അത് കേട്ടോ ആരെങ്കിലും? കാക്ക വേണമല്ലോ. ഞങ്ങൾ അത് കേട്ടോ? കാക്ക എന്തൊരു പുണ്യം ചെയ്ത പ്രാവാന്ന്. അല്ല അതിനെന്താ പറയണേ? അല്ല, അപ്പൊ എം ജി അങ്കിളല്ലേ കോഴി. അപ്പൊ എം ജി അങ്കിൾ എന്നെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കണം. ഇടയ്ക്കിടയ്ക്ക് മക്കളെ എവിടം വരെ പോയി നീ? എം ജി അങ്കിളെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ വേണോ, കറി വേണോ, പിന്നെ റോസ്റ്റ് വേണോ, പിന്നെ തന്തൂരി, പിന്നെ ബാർബിക്യൂ, പിന്നെ അൽഫാം, കോഴി എന്തെല്ലാം രീതിയിലാണ് ഏത് വേണം? കറി. കറി. എം ജി ഞങ്ങളുടെ ഉടനെ തന്നെ കറി വെക്കും. എല്ലാ അക്ക ഇറങ്ങുന്ന സാധനത്തിൽ വെക്കുന്നതാ. വീടി കൊണ്ട് കൊടുത്ത പോലെ അവരാക്കി തന്നില്ലേ? നമുക്കിവിടെ കഷ്ടപ്പെടണ്ടല്ലോ, അതിന് കടയിൽ കൊണ്ട് കൊടുത്താൽ പോലെ കുത്തി വറുത്തോളും. ഇവിടെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ചുമ്മാതല്ല വിഷ്ണു അങ്കിള് നിനക്ക് വെള്ളം തരാത്തത്. അയ്യോ വിഷ്ണു അങ്കിൾ മക്കളെ നീ അസലായിട്ട് പാടിയട്ടെ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. നല്ല ക്യൂട്ടായിട്ട് പാടി. ആ ലാസ്റ്റിലിട്ട് ആ കോഴിയുടെ ആ സംഗതി ഉണ്ടല്ലോ, സൂപ്പർ സംഗതിയായിരുന്നു ആ കോഴിക്കോട്. ഒന്ന് പാടിക്കുമ്പോൾ ലാസ്റ്റിൽ പൂട്ടിയിട്ടതാരൻ കോഴി. കൊത്താനറിയാത്ത കോഴി, കാലിൽ കെട്ടിയതാരാണൻ കോഴി. കൊത്താനറിയാത്ത കുറെ കോഴി, നേരമായല്ലോ. കാലിൽ കെട്ടിയതാരാണൻ കോഴി. മതി, നീ അടുത്ത്. തെക്കേലെ സുന്ദരി തൻ കൂട്ടിൽ നിന്നെ പൂട്ടിയതെന്താണൻ കോഴി. പൂട്ടിയതെന്താണൻ കോഴി. അതാണ് എന്താണെന്തോ കോഴി. പൂട്ടിയതെന്താണൻ കോഴി. എത്ര സുന്ദരമായിരിക്കുന്ന ആ കോഴി. കോഴിക്കുഞ്ഞേ. അടിപൊളി, അസാധ്യമായിട്ട് പാടി. അല്ല ഞാനല്ലല്ലോ പുളി, എം ജി അങ്കിളല്ലേ. കോഴി ഇത് ഞാൻ അക്സെപ്റ്റ് അവൾ ചെയ്തു. മാറ്റിയിട്ടില്ല എന്താണേലും. അതെ അവൾ അവിടെ നിക്കുക. പിന്നെ എനിക്കൊരു കടങ്കഥ വെക്കാൻ. ചോദിച്ചോ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്നെ ശരി ഉത്തരം. ഞാൻ ആദ്യം പറഞ്ഞേ, ഓക്കെ. ഞാൻ ജയിച്ചു. ഞാൻ ഇത് കണ്ടപ്പോ VD രാജപ്പൻ സാറിനെ കുറിച്ച് ഓർത്തു. അദ്ദേഹം ഒരുപാട് മൃഗങ്ങളെ വെച്ച് കഥാപ്രസംഗം പറയുമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ നിന്റെ കൊര. ചികയുന്ന സുന്ദരി, അത് കോഴിയെ കുറിച്ചാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഫീൽ ചെയ്യും. ആ ഒരു കോഴി, പൂവൻ കോഴി, ഒരു പെടക്കോഴിയും തമ്മിലുള്ള പ്രണയമാണ് ആ പാട്ടിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ആ കോഴി വിട്ടുപോകുന്നതും അതിനെ കൊല്ലാൻ കൊണ്ടുപോകുന്നതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് റിയൽ ലൈഫിൽ നമ്മള് ഞാനൊക്കെ കരഞ്ഞിട്ടുണ്ട് കേട്ട്. എലികളുടെ പ്രണയം. പിന്നെ കാറും, അംബാസഡർ കാറും ബസ്സും. അമ്പലപ്പുഴയിൽ ഞാൻ തണുക്കാൻ കിടന്നപ്പോൾ അയലത്തെ കാറെല്ലാം കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. കല്ലെടുത്ത് വീശരുതേ നാട്ടാരെ. അത് ഏത് പാട്ടാ? മരുതമലേ മാമലേ മുത്തയ്യ. നിനക്ക് മനസ്സിലായേ? എല്ലാവർക്കും പേരിടാം. ഇത് കാക്ക, കോഴി. പിന്നെ എനിക്ക് മയില് 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 മയില്. അല്ല കൊച്ചു പറയട്ടെ. മയില് വേണ്ട. വേണ്ടാന്ന്. മയിലാണ്. ആട്. ഓക്കെ. ഇത് ആന.
എന്താ പറയുമോ മോളെ? മാറ്റാൻ പറ്റും, ഒരു ചേർച്ചയില്ല. വേണ്ട വല്ല കൊരങ്ങനും ആന മതി എനിക്ക്. ഒട്ടകപക്ഷി ചക്കരെ നീ എന്തോന്ന് പറയാൻ ഇന്നായിരുന്നു തപസ്സിക്കുട്ടിയുടെ ബെസ്റ്റ് ഡേ. അതെ. സംസാരത്തിന് സംസാരം ഭയങ്കര ആക്റ്റീവായി, പാട്ട് സൂപ്പർ, ഒരു സ്ഥലത്ത് തെറ്റിയില്ല, ലിറിക്സ് കറക്റ്റ്. എന്നങ്ങ് ട്രോഫി കൊടുത്താലോ ഇപ്പൊ തന്നെ? കൊടുത്താലോ? ആ മറ്റേ വലിയ ട്രോഫി വേണ്ട, ഇനി പാടണം അല്ലേ? ഇനി പാടണ്ടേ? ഇനി പാടണോ? ലാസ്റ്റ് ഇത് പിടിച്ചോണ്ട് ഓടാനുണ്ട്. കയ്യല്ല, ഇതുകൊണ്ട് ഇപ്പഴേ പോവാൻ പറ്റില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു. സൂപ്പർ. ആടിയൊരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ മാക്രി പൂക്കുറ്റി. ആ